രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമസ്കാരം പ്രിയമുള്ളവരെ, വാൽമീകി രാമായണത്തെ ആസ്പദമാക്കിയുള്ള ചർച്ച ഇപ്പോൾ ആരംഭിക്കുന്നു. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിലും വാൽമീകി രാമായണം നമുക്ക് തന്ന് നമ്മെ അനുഗ്രഹിച്ച ആദികവിയുടെ പാദപങ്കജങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടൊപ്പം ലക്ഷ്മണകുമാരനോടൊപ്പം അച്ഛന്റെ സത്യം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് കാനനത്തിലേക്ക് പോന്ന് ഗംഗാതീരത്ത് എത്തിച്ചേർന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഇനി ഗംഗാതരണമാണ്. അദ്ദേഹം ഒരു സായങ്കാലത്തിലാണ് അയോധ്യയിൽ നിന്ന് പുറപ്പെട്ടിട്ട് 3-ാം ദിവസം വൈകുന്നേരം ഗംഗാതീരത്ത് എത്തിച്ചേരുന്നത്. അന്ന് അവിടെ വിശ്രമിച്ചു. ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഗുഹൻ തന്റെ ബന്ധുജനങ്ങളോടൊപ്പം അമാത്യന്മാരോടൊപ്പം ഭഗവാന് കാഴ്ചവസ്തുക്കളുമായി ഓടി വരുന്നതുമെല്ലാം നാം കണ്ടു. അടുത്ത പുലരിയിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഗംഗ തരണം ചെയ്ത് കാനനത്തിനുള്ളിലേക്ക് പോകാൻ തുടങ്ങുന്നു. സുമന്ത്രർക്കും അദ്ദേഹത്തോടൊപ്പം കാട്ടിലേക്ക് പോകണം എന്ന അതിയായ ആഗ്രഹം. പക്ഷെ വിശദമായി കാര്യകാരണങ്ങളെല്ലാം കേൾപ്പിച്ച് സുമന്ത്രരെ മടങ്ങിപ്പോകാനായിട്ട് ശ്രീരാമചന്ദ്രൻ നിർദ്ദേശിച്ചു. അതേപോലെ തന്നെ തന്റെ നാട്ടിൽ വസിച്ചിട്ട് തന്നെയും നാടിനെയും രക്ഷിക്കണം, ഈ നാട് രാമന്റേതാണ് എന്നെല്ലാം പറയുന്ന ഗുഹനോടും താൻ കാനനത്തിനുള്ളിൽ വസിക്കേണ്ടത് അച്ഛന്റെ സത്യം പരിപാലിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമാണ്, അതിലൊരു പ്രകാരത്തിലും വിട്ടുവീഴ്ച പാടില്ല, അതിനാൽ താൻ കാനനത്തിലേക്ക് പോകുന്നു. ഗുഹൻ തന്റെ നാട് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് പരിപാലിച്ചു കൊള്ളണം എന്ന് അദ്ദേഹം ഗുഹനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, നാട് രക്ഷിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്രമത്തോ ബലേ കോശേ ദുർഗേ ജനപദേ തഥാ ഭവേഥ ഗുഹ രാജ്യം ഹി ദുരാരക്ഷതമം മതം. രാജ്യത്തെ രക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, സുഖകരമായിട്ടുള്ള ഒരു സംഗതിയല്ല. പലരും രാജാവാകാൻ മോഹിക്കും, പക്ഷേ രാജാവായിട്ട് ശരിയായ രാജാവായിട്ട് നാട് വാഴുക എന്നുള്ളത് അത് ഏറ്റവും ക്ലേശകരമാണ്. അതുകൊണ്ട് അല്ലയോ കൂട്ടുകാര, അങ്ങ് ശൃംഗവേരപുരത്ത് പോയിട്ട് നാടിനെ യഥായോഗ്യം പരിപാലിച്ചുകൊള്ളുക. യാതൊരു
കുറവും സംഭവിക്കാതെ, യാതൊരു കുറ്റങ്ങളും സംഭവിക്കാതെ സൈന്യത്തെയും അതേപോലെ ഖജനാവിനെയും കോട്ടകൊത്തളങ്ങളെയും ഗ്രാമങ്ങളെയും നഗരത്തെയും എല്ലാം വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ധർമ്മത്തിന് യാതൊരു കുറവും വരാതെ കണ്ട് അങ്ങ് പരിപാലിച്ചു കൊള്ളുക എന്ന് ശ്രീരാമചന്ദ്രൻ കൂട്ടുകാരനായ ഗുഹനോട് പറഞ്ഞു. അങ്ങനെ ഗുഹനോടും ഗുഹൻ ചെയ്യേണ്ടതായ കർത്തവ്യം നിർദ്ദേശിച്ച് ഗുഹനെയും അവിടെ തന്നെ ആ ശൃംഗവേരപുരത്ത് തന്നെ നിർത്തിയിട്ടാണ് രാമൻ കാനനത്തിലേക്ക് പോകുന്നത്. ഗുഹനും ആഗ്രഹമുണ്ടായിരുന്നു രാമനെ സേവിച്ചുകൊണ്ട് കാട്ടിലെ രാമനോടൊപ്പം ജീവിക്കുവാൻ. പക്ഷേ ഗുഹന്റെ ചുമതല ഇവിടെ ശൃംഗവേരപുരത്ത് ഗുഹനെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നോടൊപ്പം കാനനത്തിലേക്ക് വരാൻ പാടില്ല എന്ന് രാമൻ ഗുഹനെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അവരെ രണ്ടുപേരെയും അവരവരുടെ കർത്തവ്യങ്ങളിൽ നിയോഗിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ വളരെ വേഗത്തിൽ അവിടെ നിന്നിട്ട് പുറപ്പെടാൻ ആരംഭിക്കുന്നു. ഗംഗാതീരത്ത് ചെന്നു. വള്ളം അടുപ്പിച്ചിരിക്കുന്നതായ കടവിലേക്ക് ചെന്നു. സീതയെയും ലക്ഷ്മണകുമാരനെയും ആ വഞ്ചിയിലേറ്റി. എന്നിട്ട് അവസാനം ശ്രീരാമചന്ദ്രനും ആ വഞ്ചിയിലേറി. രാമന്റെ ആജ്ഞ അനുസരിച്ചിട്ട് നേരത്തെ തന്നെ അയോധ്യയിൽ നിന്ന് കൊണ്ടുവന്നതായ ആയുധാദികളെല്ലാം വഞ്ചിയിൽ വെച്ചു കഴിഞ്ഞിരുന്നു ഗുഹൻ. രാമന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് ഗുഹൻ തൻ്റെ തോണിക്കാരോട് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ശ്രീരാമചന്ദ്രനെ ഗംഗാനദിയുടെ മറുകരയിൽ കൊണ്ടുപോയി എത്തിക്കാനായിട്ട് നിർദ്ദേശിച്ചു. അങ്ങനെ ശ്രീരാമചന്ദ്രൻ സീതയോടൊപ്പം ലക്ഷ്മണകുമാരനോടൊപ്പം ആ തോണിയിൽ ഗംഗ തരണം ചെയ്യുകയാണ്. ഗംഗാനദിയുടെ നടുവില് തോണി എത്തിക്കഴിഞ്ഞു. ആ അവസരത്തില് വൈദേഹി പ്രാഞ്ജലിർഭൂത്വ താം നദീം ഇതമബ്രവീത്. സീതാദേവി കൈകൂപ്പിക്കൊണ്ട് ഭക്തിയോടുകൂടിയിട്ട് ആ ഗംഗാനദിയോട് ഇങ്ങനെ പറഞ്ഞു. എന്താ ഗംഗയോട് ദേവി പ്രാർത്ഥിക്കുന്നത്? പുത്രോ ദശരഥസ്യായം മഹാരാജസ്യ ധീമതഃ നിദേശം പാലയത്വേനം ഗംഗേ ത്വദഭിരക്ഷിതഃ. അല്ലയോ ഗംഗാദേവി, അമ്മ അനുഗ്രഹിച്ചാലും ശ്രീരാമചന്ദ്രൻ അച്ഛൻ്റെ വാക്ക് പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് കാനനത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അച്ഛൻ്റെ പ്രതിജ്ഞ സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പരിശ്രമം.